യെശയ്യാ അധ്യായം 5. ഞാൻ എൻ്റെ പ്രിയതമനും എൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയൻ്റെ പാട്ടുപാടും. എൻ്റെ പ്രിയതമന് എൻ്റെ ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവൻ അതിന് വേലി കെട്ടി അതിലെ കല്ല് പെറുക്കി കളഞ്ഞു. അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു. നടുവിലൊരു ഗോപുരം പണിതു. ഒരു ചക്കു ഇട്ടു. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങയത്രേ. ആകയാൽ യെരൂശലേം നിവാസികളും യഹൂദ പുരുഷന്മാരുമായുള്ളവരെ, എനിക്കും എൻ്റെ മുന്തിരിത്തോട്ടത്തിന് മധ്യേ വിധിപ്പിൻ. ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യുവാനുള്ളൂ? മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നാറേ അത് കാട്ടുമുന്തിരിങ്ങ കായ്ച്ചതുണ്ട്. ആകയാൽ വരുവിൻ, ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തോട് എന്ത് ചെയ്യുമെന്ന് നിങ്ങളോട് അറിയിക്കാം. ഞാൻ അതിൻ്റെ വേലി പൊളിച്ചു കളയും, അത് തിന്നുപോകും. ഞാൻ അതിൻ്റെ മതിലിടിച്ചു കളയും, അത് ചവിട്ടി മതിച്ചു പോകും. ഞാൻ അതിനെ ശൂന്യമാക്കും, അത് വള്ളിത്തല മുറിക്കാതെയും കിളയ്ക്കാതെയും ഇരിക്കും. പറക്കാരെയും മുള്ളും അതിൽ മുറിക്കും. അതിൽ മഴ പെയ്യരുതെന്ന് ഞാൻ മേഘങ്ങളോട് കൽപ്പിക്കും. സൈന്യങ്ങളുടെ യഹോവയുടെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഗൃഹവും അവൻ്റെ മനോഹരമായ നടുതല യഹൂദ പുരുഷന്മാരും ആവുന്നു. അവൻ ന്യായത്തിനായി കാത്തിരുന്നു, എന്നാൽ ഇതാ അന്യായം; നീതിക്കായി നോക്കിയിരുന്നു, എന്നാൽ ഇതാ ഭീതി. തങ്ങൾ മാത്രം ദേശമധ്യേ പാർക്കത്തക്കവണ്ണം മറ്റാർക്കും സ്ഥലമില്ലാതാകുവോളം വീടോട് വീട് ചേർക്കുകയും വയലോട് വയൽ കൂട്ടുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. ഞാൻ കേൾക്ക സൈന്യങ്ങൾ യഹോവ അരുളിച്ചെയ്തത്, വലിയതും നല്ലതുമായിരിക്കുന്ന പല വീടുകളും ആൾപ്പാർപ്പില്ലാതെ ശൂന്യമാകും നിശ്ചയം. 10 ആണി മുന്തിരിത്തോട്ടത്തിൽ നിന്നൊരു ബത്ത്, ഒരു ഹോമർ വിത്തിൽ നിന്നൊരു ഏഫയും മാത്രം കിട്ടും. അധികാലത്ത് എഴുന്നേറ്റ് മദ്യം തേടി ഓടുകയും വീഞ്ഞു കുടിച്ച് മത്തരായി സന്ധ്യാസമയത്ത് വൈകിയിരിക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. അവരുടെ വിരുന്നുകളിൽ കിന്നരവും വീണയും തപ്പും കൂടുതലും വീഞ്ഞുമുണ്ട്. എന്നാൽ യഹോവയുടെ പ്രവൃത്തി അവർ നോക്കുന്നില്ല, അവരുടെ കൈകളെ വിചാരിക്കുന്നതുമില്ല. അങ്ങനെ എൻ്റെ ജനം അറിവില്ലായ്കയാൽ പ്രവാസത്തിലേക്ക് പോകുന്നു. അവരുടെ മാന്യന്മാർ പട്ടിണി കിടക്കുന്നു. അവരുടെ ജനസമൂഹം ദാഹത്താൽ വരണ്ടു പോകുന്നു. അതുകൊണ്ട് പാതാളം തൊണ്ട തുറന്ന് വിസ്താരമായി വായ പിളർന്നിരിക്കുന്നു. അവരുടെ മഹിമയും ആരവവും ഘോഷവും അതിൽ ഉല്ലസിക്കുന്നവർ അതിലേക്ക് ഇറങ്ങിപ്പോകുന്നു. ഇങ്ങനെ മനുഷ്യൻ കുനിയുകയും പുരുഷൻ വണങ്ങുകയും നിഗളികളുടെ കണ്ണ് താഴുകയും ചെയ്യും. എന്നാൽ സൈന്യങ്ങളുടെ യഹോവ ന്യായവിധി ഉന്നതനായിരിക്കും. പരിശുദ്ധ ദൈവം നീതിയിൽ തന്നെത്താൻ പരിശുദ്ധനായി കാണിക്കുകയും ചെയ്യും. അപ്പോൾ കുഞ്ഞാടുകൾ മെച്ചൽപ്പുറത്ത് നിന്ന പോലെ മെയ്യും. പുഷ്ടിയുള്ളവർ ശൂന്യപ്രദേശങ്ങളിലെ സഞ്ചാരികൾ അനുഭവിക്കും. വ്യാജഭാഷം കൊണ്ട് അകൃത്യതയും വണ്ടി കയറുകൊണ്ടെന്ന പോലെ പാപത്തെയും വലിക്കുകയും അവർ ബന്ധപ്പെട്ട് തൻ്റെ പ്രവൃത്തിയെ വേഗത്തിൽ നിവർത്തിക്കട്ടെ. കാണാമല്ലോ, ഇസ്രായേലിലെ പരിശുദ്ധൻ്റെ ആലയം അടുത്ത് വരട്ടെ, നമുക്കറിയാമല്ലോ എന്ന് പറയുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. തിന്മയ്ക്ക് നന്മ എന്നും നന്മയ്ക്ക് തിന്മ എന്ന് പേർ പറയുകയും ഇരുട്ടിനെ വെളിച്ചവും വെളിച്ചത്തെ ഇരുട്ടും ആക്കുകയും കയ്പിനെ മധുരവും മധുരത്തെ കയ്പും ആക്കുകയും ചെയ്യുന്നവർക്കും അയ്യോ കഷ്ടം. തങ്ങൾക്ക് തന്നെ ജ്ഞാനികളായും തങ്ങൾക്ക് തന്നെ വിവേകികളായും തോന്നുന്നവർക്ക് അയ്യോ കഷ്ടം. വീഞ്ഞു കുടിപ്പാൻ വീരന്മാരും മദ്യം കലർത്തുവാൻ ശൂരന്മാരുമായുള്ളവർക്കും സമ്മാനം നിമിത്തം ദുഷ്ടനെ നീതീകരിക്കുകയും നീതിമാൻ്റെ നീതി ഇല്ലാതാക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. അതുകൊണ്ട് തീനാവ് താളുടെ തിന്നുകളയും വൈക്കോൽ ജ്വാലയെ ദഹിച്ചു പോവുകയും ചെയ്യുന്ന പോലെ അവരുടെ വേര് കെട്ടുപോകും. അവരുടെ പുഷ്പം പൊടി പോലെ പറന്നു പോകും. അവർ സൈന്യങ്ങളുടെ യഹോവയുടെ പ്രമാണത്തെ ഉപേക്ഷിച്ച് ഇസ്രായേൽ പരിശുദ്ധൻ്റെ വചനത്തെ നിന്ദിച്ച് കളഞ്ഞിരിക്കുന്നു. അത് നിമിത്തം യഹോവയുടെ കോപം തൻ്റെ ജനത്തിന് നേരെ ജ്വലിക്കും. അവൻ അവരുടെ നേരെ കൈ നീട്ടി അവരെ ദണ്ഡിപ്പിക്കും. അപ്പോൾ മലകൾ വിറയ്ക്കുകയും അവരുടെ ശവങ്ങൾ വീതികളുടെ നടുവെ ചവറ് പോലെ ആയിത്തീരുകയും ചെയ്യും. ഇതെല്ലാം കൊണ്ടും അവൻ്റെ കോപം അടങ്ങാതെ അവൻ്റെ കൈ ഇനിയും നീട്ടിയിരിക്കും. അവൻ ദൂരത്തുള്ള ജാതികൾക്ക് ഒരു കൂടി ഉയർത്തി ഭൂമിയുടെ അറ്റത്ത് നിന്ന് അവരെ ചൂളകുത്തി വിളിക്കും. അവർ ബന്ധപ്പെട്ട് വേഗത്തിൽ വരും. അവരെ ഒരുത്തരും ക്ഷീണിക്കുകയോ ഇടുകയോ ചെയ്യുകയില്ല. ഒരുത്തരും ഉറക്കം തൂങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. അവർ അരക്കച്ചഴുകയില്ല, ചെരുപ്പ് വാറ് പൊട്ടുകയുമില്ല. അവർ അമ്പ് കൂർത്തും വില്ലെല്ലാം കൊലിച്ചു ഇരിക്കുന്നു. അവരുടെ കുതിരകളുടെ കുളമ്പ് തീക്കല്ല് പോലെയും അവരുടെ രഥചക്രം ചുഴലിക്കാറ്റ് പോലെയും തോന്നും. അവരുടെ ഗർജന സിംഹത്തിൻ്റേതുപോലെ ഇരിക്കും. അവർ ബാലസിംഹങ്ങളെ പോലെ ഗർജിക്കും. അവർ അലറി ഇര പിടിച്ചുകൊണ്ടുപോകും, ആരും വിടുവിക്കുകയുമില്ല. അന്നാളിൽ അവർ കടലിൻ്റെ അലർച്ച പോലെ അവരുടെ നേരെ അലറും. ദേശം നോക്കിയാൽ ഇതാ അന്ധകാരവും കഷ്ടതയും തന്നെ. അതിൻ്റെ മേഘങ്ങളിൽ വെളിച്ചം ഇരുണ്ടുപോകും.